ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാം. നിവിൻ പോളിയുടെ കേസ് ഒരു ക്ലാസിക് കേസ് ഓഫ് ഹൗ ടു ഗെറ്റ് എ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആഫ്റ്റർ ഡിസ്ട്രസ് ഇൻ കരിയർ. ആ സംഭവത്തിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരിക്കും നിവിൻ പോളിയുടെ അതിമാരകമായ ഒരു ബിഗ് ബാങ് കംബാക്ക്. കാരണം അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ പരിപാടികളിലൂടെയാണ്. അതിൻ്റെ ഒരു ഗ്ലിംസ് നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടു. ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം എല്ലായിടത്തും നിവിൻ പോളിയുടെ ആ ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഒരു പീസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണുകയുണ്ടായി. അത് ഇനി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് നിവിൻ പോളി ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ അപ്പിയറൻസ് അത് വരാൻ പോവുകയാണ്. അതിന് കൂടെ തന്നെ അതിന് വഴിയായി പിടിച്ചു വന്ന ആ ഒരു അപ്ഡേറ്റും കൂടി, മൾട്ടിവേഴ്സ് മന്മഥൻ, അതായിരിക്കും നിവിൻ പോളിയുടെ കരിയറിനെ നെക്സ്റ്റ് ലെവലിലോട്ട് ഉയർത്താൻ പോകുന്ന ആ സാധനം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഡൗൺഫോൾ ജീവിതത്തിലുണ്ടായി, അല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തൽ, അല്ലെങ്കിൽ ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ, you should be silent. You should prepare yourself for the next big bang in your move. അടുത്ത ഒരു കനത്ത തിരിച്ചുവരവ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള വെരി വെരി ബെസ്റ്റ് എക്സാമ്പിളാണ് നിവിൻ പോളിയുടെ ട്രാൻസ്ഫോർമേഷൻ. അദ്ദേഹം ട്രാൻസ്ഫോം ചെയ്ത് വരുന്ന ആ സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അത് നല്ല കഥയിൽ, നല്ല തിരക്കഥയിൽ, നല്ല എക്സിക്യൂഷനിൽ വന്നു കഴിഞ്ഞാൽ നിവിൻ പോളിക്ക് കിട്ടുന്ന അതുപോലെ തന്നെ പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്കും ഒരു ബിഗ് ബാങ് സംഭവം തന്നെയായിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.